പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ SQLന്റെ പാർട്ട് 2 ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 1 ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ SQL ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത്. ഇനി നമ്മൾ SQLലെ വേരിയസ് കമാൻഡ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, SQL കമാൻഡ്സ്. ഓക്കെ, SQL കമാൻഡ്സ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ SQL ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം 2 കമാൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഡാറ്റാബേസ് ആക്റ്റീവ് ആക്കുക. ഓർക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം ആൻഡ് ദെൻ മേക്ക് ദാറ്റ് ഡാറ്റാബേസ് ആക്റ്റീവ്. അല്ലേ, ടു മേക്ക് ദാറ്റ് ഡാറ്റാബേസ് ആക്റ്റീവ് യൂസ് ദ കമാൻഡ് യൂസ് ഡാറ്റാബേസ് നെയിം പറഞ്ഞിരുന്നു. ഇനി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളെന്താ, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിളിലാണ് നമ്മൾ ഡാറ്റയൊക്കെ ഇൻസേർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ്. ഏതാണ്? ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ്. അത് ഏത് സെക്ഷനിലാണ് വരിക? ഇറ്റ് ഈസ് എ DDL കമാൻഡ്. ഇറ്റ് ഈസ് എ DDL കമാൻഡ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള സിൻറ്റാക്സ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അടുത്തത് ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, MySQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തത് ആക്റ്റീവ് ആക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനുള്ള സിൻറ്റാക്സ് ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ക്രിയേറ്റ്. സ്പെല്ലിംഗ് ഒക്കെ ശരിക്കും നോക്കുക. ഇവിടെ എന്താ വെച്ചാൽ ഒരു സ്പെല്ലിംഗ് തെറ്റിയാൽ അല്ലെങ്കിൽ ഒരു സ്പേസ് ഇടേണ്ട ഭാഗത്ത് ഒരു സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ കമാൻഡ് വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, ചെയ്തിട്ടുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രിയേറ്റ്, CREATE. ഇത് അപ്പർ കേസിൽ ലോവർ കേസിലൊക്കെ എഴുതാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പർ കേസ് ലെറ്ററും വർക്ക് ചെയ്യും, ലോവർ കേസ് ലെറ്ററും വർക്ക് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ്, ദെൻ ഒരു സ്പേസ് ഇടുക, ഒരു സ്പേസ് ബാർ, ദെൻ ടേബിൾ കീവേഡാണ്. ക്രിയേറ്റ് കീവേഡാണ്, ടേബിൾ കീവേഡാണ്. TABLE, ക്രിയേറ്റ് സ്പേസ് ടേബിൾ സ്പേസ് ദെൻ ടേബിൾ നെയിം. ദെൻ ടേബിൾ നെയിം. ഇപ്പോൾ ടേബിൾ നെയിം എന്താവാം, നമ്മൾ കൊടുക്കുന്നൊരു പേരാവാം. എന്താവാം, സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയി എന്നൊക്കെ പറയുന്ന പേരുകളാവാം. മനസ്സിലാണ്ടോ? ഈ ടേബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ, അതൊരു SQLന്റെ കീവേഡ് ആവരുത്. അതുപോലെ തന്നെ സ്പേസ് ഇട്ട് കൊടുക്കരുത്. വെറും നമ്പേഴ്സ് ആവരുത്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്യാരക്ടറെങ്കിലും വേണം. ഓക്കെ, അത്തരത്തിലുള്ള പിന്നെ റൂൾസൊക്കെ ഉണ്ട്. ടേബിൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസുകളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടേബിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ എന്താ, അത് കീവേഡ് ആയിരിക്കരുത്, SQLന്റെ കീവേഡ് ആയിരിക്കരുത്. അതുപോലെ തന്നെ ആ ഡാറ്റാബേസിൽ അതേ പേരിലുള്ള വേറെ ടേബിൾ ഉണ്ടാവരുത്. ഒരു ഡാറ്റാബേസിൽ ഒരേ പേരിൽ ഒരു ടേബിളേ പറ്റുള്ളൂ. വേറെ ഡാറ്റാബേസിൽ അതേ ഒരു ടേബിൾ ഉണ്ടാവാം. നമ്മൾ ഒരു ഡാറ്റാബേസിൽ ഒരേ പേരിൽ ഒരു ടേബിളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടേബിൾ ഡ്യൂപ്ലിക്കസി പറ്റില്ല. ക്ലിയർ അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ, ടേബിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ടേബിളിൻ്റെ പേര്, അപ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പരാൻതീസിസ്. ദെൻ പരാൻതീസിസ് ഓപ്പൺ ചെയ്ത് അതിലുള്ള കോളത്തിൻ്റെ പേര്, കോളൻ നെയിം. ആ ടേബിൾ ഇപ്പോൾ നമ്മൾ റോൾ നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കോളത്തിൻ്റെ പേര്, ദെൻ സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്പർ ആണോ സ്ട്രിങ് ആണോ? ഇപ്പോൾ അഡ്മിഷൻ നമ്പർ ആകുമ്പോൾ എന്തായിരിക്കും, ഇൻറ്റിജർ അല്ലെങ്കിൽ എന്താ നമ്പർ ആയിരിക്കും. ക്ലിയർ അല്ല? നെയിം ആണെങ്കിൽ എന്താ, കാർ ഡാറ്റ അല്ലെങ്കിൽ വാർ കാർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, കോളത്തിൻ്റെ പേര്, ദെൻ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, ദെൻ കൺസ്ട്രെയിൻസ്. ഇത് പുതിയ വാക്കാണ്. എന്താണ് കൺസ്ട്രെയിൻസ്? കൺസ്ട്രെയിൻസ് നമുക്ക് ഓരോ കോളത്തിന് നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രെയിൻസ് കൊടുക്കാം. കൺസ്ട്രെയിൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. Constraints are some set of rules that is used to prevent abnormal data entry. അല്ലേ, ഒരു ടേബിളിലോട്ട് അബ്നോർമൽ ഡാറ്റ എൻട്രി ചെയ്യുന്നത് തടയുന്നതിനുള്ള സം സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഓപ്ഷണൽ. ദാറ്റ് ഈസ് എന്താണ്, ഓപ്ഷണൽ. ആ കൺസ്ട്രെയിൻസ് എന്താണ്, ഓപ്ഷണൽ ആണ്. കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ക്രിയേഷൻ ആവും, നോ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ടാണ് അത് എന്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തത്. എന്താ, ദാറ്റ് കൺസ്ട്രെയിൻസ് ആർ ഓപ്ഷണൽ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം.
അപ്പോൾ ഓരോ കോളത്തിൻ്റെ ഒരു കോളം സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പറയണം? ആ കോളത്തിൻ്റെ പേര്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, പിന്നെ അതിൻ്റെ കൺസ്ട്രെയിൻസ്. ക്ലിയർ അല്ലേ? കോളത്തിൻ്റെ പേരും ഡാറ്റ ടൈപ്പും നിർബന്ധമാണ്. കൺസ്ട്രെയിൻസ് എന്താണ്? ഓപ്ഷനിലാണ്. കോമ ഇട്ടിട്ട് പിന്നെ അടുത്ത കോളം നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അതിൻ്റെ കൺസ്ട്രെയിൻ. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോളംസ് ഇട്ട് നമ്മളെന്താ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തം ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ്. അതിൻ്റെ കാരണം എന്താ? ഒരു ടേബിൾ അറ്റ്ലീസ്റ്റ് ഒരു കോളം വേണം. അതുകൊണ്ടാണ് ഇത് കമ്പൽസറിയാണ്. പിന്നീടുള്ള കോളം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതാണ് ദാറ്റ് ഈസ് ഓപ്ഷണൽ. നമ്മൾ മിക്കവാറും എന്താ ഒരു ടേബിളിൽ ഒന്നിലധികം കോളംസ് ഉണ്ടാവും. റോൾ നമ്പർ, നെയിം, ഏജ്. അപ്പോൾ ഒരു ടേബിൾ ഒരു കോളം എന്തായാലും എന്താ നിർബന്ധമായും ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് കമാൻഡ്? എന്താണ്? ക്രിയേറ്റ് ടേബിൾ നെയിം, ദെൻ എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ അതിലെന്താ കോളം നെയിം, അതിൻ്റെ ആ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ്, ദെൻ എന്താ ആ കോളത്തിൻ്റെ കൺസ്ട്രെയിൻസ്. ക്ലിയർ അല്ലേ? ആ കൺസ്ട്രെയിൻസ് പാർട്ട് എന്താണ്? ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. കൺസ്ട്രെയിൻസ് എന്തൊക്കെ കൺസ്ട്രെയിൻസ് നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പിന്നെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് യു ഹാവ് ടു റൈറ്റ് എ query to create a table. We have to create a table named student എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ടേബിളിൻ്റെ പേര്. ഓക്കെ, വിത്ത് 3 കോളംസ്. ഏതൊക്കെയാ? ഒന്ന് റോൾ നമ്പർ. എന്താണ്? റോൾ നമ്പർ, ദെൻ എന്താ നെയിം, ദെൻ എന്താ ഏജ്. റോൾ നമ്പർ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ, നെയിം ഓഫ് ടൈപ്പ് varchar, ഓഫ് സൈസ് 20, ഏജ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. ഇത്രയും കോളംസ് ഉള്ള ഈ 3 കോളംസ് ഉള്ള ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ടേബിളിൻ്റെ പേരെന്താണ്? സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ സിൻടാക്സ് എന്താ? സിൻടാക്സ് നമ്മളിപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്താ? എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ക്രിയേറ്റ്. കമാൻഡ് എന്താണ്? ക്രിയേറ്റ്. CREATE, ക്രിയേറ്റ്. അപ്പോൾ എന്താ? ക്രിയേറ്റ്. നമ്മൾ പറഞ്ഞു ലോവർ കേസിൽ എഴുതാട്ടോ, ഒരു കുഴപ്പമില്ല. ക്രിയേറ്റ്. ദെൻ എന്താ? ടേബിൾ. ദെൻ എന്താ? ടേബിളിൻ്റെ പേരെന്താ? സ്റ്റുഡൻറ്റ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കാണ്. ഓക്കെ, എന്തൊക്കെയാ? സ്റ്റുഡൻറ്റ്, ദെൻ എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്തൊക്കെയാ വേണ്ടിയിരുന്നത്? ഒന്ന് റോൾ നമ്പർ. അപ്പം എന്താ? റോൾ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ദെൻ കോമ. അടുത്തത് എന്തായിരുന്നു? നെയിം. ഡാറ്റ ടൈപ്പ് varchar ഓഫ് 20, ദെൻ എന്താ ഏജ്, ഇൻറ്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ കമാൻഡും എന്താ? ഈച്ച് കമാൻഡ് ഇൻ SQL ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമി കോളൻ. ക്ലിയർ അല്ലേ? ഇവിടുന്ന് നിങ്ങൾക്ക് ഈ SQL കമാൻഡ്സ് നിങ്ങൾക്ക് ഒരു 5 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടും മിക്കവാറും. SQL കമാൻഡ്സ് അതിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ മിക്കവാറും എന്താ? ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ടേബിളിൻ്റെ പേര് അതിലുണ്ടാവും, ഏതൊക്കെ കോളാണ് അതിൽ വേണ്ടതെന്നുള്ളതുണ്ടാവും, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഒക്കെ ഉണ്ടാവും, എല്ലാതും അതിലുണ്ടാവും. അത് ഈ ഫോർമാറ്റിലോട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഏതാ ടേബിളിൻ്റെ പേര് നോക്കുക, ആ ടേബിളിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഏതൊക്കെ കോളത്തിൻ്റെ പേരുകൾ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കുക, ഓരോന്ന് എഴുതുക. കൺസ്ട്രെയിൻസ് ഇപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് ഇതിൽ പറഞ്ഞിട്ടില്ല, കൺസ്ട്രെയിൻസ് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ റോൾ നമ്പർ ഇൻ്റ് ആണ്, നെയിം എന്താ? varchar ഓഫ് 20 ആണ്, ഏജ് എന്താണ്? ഇൻറ്റ്. ഇത് ചിലപ്പോൾ ഈ കോളത്തിൻ്റെ പേരുകൾ മാറും, ചിലപ്പോൾ മാർക്കുകളാവും, അല്ലെങ്കിൽ എംപ്ലോയി എന്നാവും. എംപ്ലോയി നെയിം, എംപ്ലോയി ID, ഡെസിഗ്നേഷൻ, സാലറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. നിങ്ങളത് ആ കോളത്തിൻ്റെ പേരുകൾ കണ്ടിട്ട് ഒന്നും പേടിക്കണ്ട. നിങ്ങളെന്താ അവരെന്താണോ, എന്ത് കോളത്തിൻ്റെ പേരാണോ തന്ന് അതെന്ത് ചെയ്താൽ മതി? അത് ഈ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? ക്രിയേറ്റ് ടേബിൾ നെയിം, ദെൻ പരാൻതീസിസ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോളത്തിൻ്റെയും അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കോളന് റോൾ നമ്പർ, സ്പേസ് ഇടുക, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, കോമ ഇടുക. ഓരോ കോളത്തിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുക.
Clear alle? Comma, then the next column name, varchar data type varchar of 20, then the age, another column int. Is it clear? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ടേബിൾ കമാൻഡിൽ നമ്മളൊരു ഭാഗം പറഞ്ഞിരുന്നു. കോളത്തിൻ്റെ പേര്, ഡാറ്റ ടൈപ്പ്, പിന്നെ എന്താ കൺസ്ട്രെയിൻസ്. അത് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? Constraints are the set of rules. Constraints are the some set of rules that is used to prevent abnormal data entry into the table. നമ്മൾ ടേബിളിലോട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്താ അബ്നോർമൽ ആയിട്ടുള്ള ഡാറ്റകൾ എൻട്രി ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സം സെറ്റ് ഓഫ് റൂൾസിനെയാണ് എന്താ പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോളത്തിന് നമ്മളെന്താ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സബ് പർട്ടിക്കുലർ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ SQL പിന്നെ എന്ത് ചെയ്യില്ല, SQL അത് വയലേറ്റ് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല. ആ ടേബിളിലോട്ട് എന്ത് ചെയ്യില്ല, ആ കൺസ്ട്രെയിൻ, ആ പർട്ടിക്കുലർ കൺസ്ട്രെയിൻ എന്താണോ പറഞ്ഞ് ആ റൂൾസ് വയലേറ്റ് ചെയ്യുന്ന ഡാറ്റ എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല SQL. യു ഗോട്ട് ദ ഐഡിയ? ക്ലിയർ അല്ലേ? ഇനി മെയിൻ എന്താ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻസ് ആർ ഏതൊക്കെയാണ്? ഒന്ന് നോട്ട് നൾ. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്കറിയാം എന്താ, ബ്ലാങ്ക് ആക്കി വിടാൻ പറ്റില്ല. നിങ്ങൾക്ക് ചില പിന്നെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ സ്റ്റാർ മാർക്കായിട്ട് കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് എന്താ, വി കനോട്ട് ലീവ് ഇറ്റ് ബ്ലാങ്ക് ആയിട്ട് വിടാൻ പറ്റില്ല. അതാണ് നോട്ട് നൾ. പിന്നെ ഓട്ടോ ഇൻക്രിമെൻറ്റ്. എന്താ, റെക്കോർഡിൻ്റെ ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ റെക്കോർഡ് പോകുമ്പോഴും എന്താ, നമുക്ക് ഇങ്ങനെ ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 2 3 എന്നിട്ട് എന്ത് ചെയ്യും, ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പോകും ആ കോളത്തിലെ വാല്യൂസ്. അതുപോലെ യുണീക്ക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കെന്താ ഒരേ ടൈപ്പിലുള്ള ഒന്നിലധികം വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. യുണീക്ക് ആയിരിക്കും വാല്യൂസ് ഒക്കെ, എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. പിന്നെ പ്രൈമറി കീ, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻറ്റ്. പ്രൈമറി കീ നമ്മൾ പ്രൈമറി കീ വെച്ചിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കീ എന്ന് പറയുന്ന ക്ലാസ്സിൽ DBMSൻ്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. പ്രൈമറി കീ, അതിലാണ് പ്രൈമറി കീ. എന്താ പ്രൈമറി കീ? പ്രൈമറി കീ ഇസ് എ കോളം ഓർ ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ റെക്കോർഡ്സ് യുണീക്ക്ലി. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ, ബാങ്ക് പ്രോബ്ലം ആകുമ്പോൾ അക്കൗണ്ട് നമ്പർ, ഇതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യുക, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത ഒരു കോളത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റോൾ നമ്പർ ഇൻറ്റ് പ്രൈമറി കീ എന്ന് കൊടുത്താൽ എന്താ, എൻട്രി ചെയ്യുന്ന സമയത്ത് റോൾ നമ്പറിലോട്ട് 1 എന്ന് പറയുന്ന നമ്പർ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ കാണിക്കും. ദാറ്റ് ഈസ് എന്താ, ഇറ്റ് ഈസ് വയലേറ്റിംഗ് ദിസ് റൂൾ. അപ്പോൾ when a column is defined as a primary key column, then we cannot enter duplicate values into that column. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറൊക്കെ എങ്ങനെയായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കാരണം എന്താ, ആ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പറ്റില്ല. ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്താൽ യുണീക്കായിട്ട് ആ കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് പ്രൈമറി കീ. ദെൻ ഡിഫോൾട്ട് കൺസ്ട്രെയിൻ എന്താ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കോൾ നമുക്ക് എന്താ ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ട് ഡിഫോൾട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് ഏജ് ഈക്വൽ ടു 18 എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താ, ഡിഫോൾട്ട് വാല്യൂ ഏജ് എല്ലാവരും എന്തായിരിക്കും, 18 ആയിരിക്കും. നമ്മൾ ഏജ് മാറ്റി കൊടുത്താൽ, ഇപ്പോൾ 18 എന്നുള്ളത് 19 കൊടുത്താൽ എന്ത് ചെയ്യും, കൊടുത്ത വാല്യൂ എടുക്കും. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലോ ദിസ് ഡിഫോൾട്ട് വാല്യൂ വിൽ ബി അസൈൻഡ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോളം കൺസ്ട്രെയിൻസ് ആണ്. കോളം കൺസ്ട്രെയിൻസ് ക്യാൻ ബി അപ്ലൈഡ് ടു ഇൻഡിവിജ്വൽ കോളം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ കോളത്തിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായി, ടേബിൾ കൺസ്ട്രെയിൻസ് ആയി. എന്തായി, ടേബിൾ കൺസ്ട്രെയിൻസ്. കോളം കൺസ്ട്രെയിൻസ് ആർ അപ്ലൈഡ് ടു എന്താണ്, ഇൻഡിവിജ്വൽ കോളംസ്. ഓക്കെ, ഇഫ് കൺസ്ട്രെയിൻസ് ആർ അപ്ലൈഡ് ഓൺ മൾട്ടിപ്പിൾ കോളംസ് then that constraints are considered as എന്താണ്, ടേബിൾ കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് ഈസ് ഓവർ. ഇനി ഇതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം. ഞാൻ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഓരോന്ന് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മളൊരു വേറെ ഒരു
ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു സിൻടാക്സാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ക്രിയേഷനാണ്. ക്രിയേറ്റ് അറിയാം, ടേബിൾ സ്റ്റുഡൻറ്റ്, ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ്, ദെൻ കോളൻ നെയിം അഡ്മിഷൻ നമ്പർ ഇൻറ്റ്, ദെൻ പ്രൈമറി കീ. ഈ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്പേസ് കീ, രണ്ട് വാക്കാട്ടോ, പ്രൈമറി കീ. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് വാല്യൂസ് എൻറ്റർ ചെയ്യുന്ന സമയത്ത്, നമുക്ക് ഈ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന കോളത്തിലോട്ട് ഒരു വാല്യൂ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, 100 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻ്റർ ചെയ്യാൻ സമ്മതിക്കൂല, SQL സമ്മതിക്കൂല. നമ്മൾ ഇത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ എൻ്റർ ചെയ്യുന്ന ഓരോ വാല്യൂസും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഒരേ വാല്യൂ 2 പ്രാവശ്യം വരില്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നെയിം. നെയിം എന്താ, വേർ കെയർ ഓഫ് 20, വേരിയബിൾ ക്യാരക്ടർ ഓഫ് 20, ദാറ്റ് നോട്ട് ഇൻ നൾ. നോട്ട് ഇൻ നൾ എന്ന് പറഞ്ഞാൽ എന്താ, ആ നെയിം എന്ന് പറയുന്ന കോളത്തിൽ എന്തായാലും എന്തെങ്കിലും ഒരു പേര് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് ബ്ലാങ്ക് ആക്കി വിടാൻ സമ്മതിക്കില്ല. ക്ലിയർ അല്ല? അപ്പോൾ അത് മെസ്സേജ് കാണിക്കും, എറർ മെസ്സേജ് കാണിക്കും. അതാണ് നോട്ട് ഇൻ നൾ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ജെൻഡർ. ജെൻഡർ എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 1, ദെൻ ഡീഫോൾട്ട് വാല്യൂ M. ഇവിടെ ഫിക്സഡ് ലെങ്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ക്യാർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് ഡീഫോൾട്ട് വാല്യൂ എന്താ, M. അതായത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ജെൻഡർ എന്ന് പറയുന്ന കോളത്തിലേക്ക് വാല്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ടായിട്ട് എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും, M ആയിരിക്കും. ഇനി നിങ്ങൾ F എന്ന് കൊടുത്തു, ഫീമെയിലിന് F എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, F എടുക്കും. കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ M വിൽ ബി അസൈൻഡ് ടു ദ കോളം ജെൻഡർ. ക്ലിയർ അല്ലേ? ദെൻ DOB, ഡേറ്റ്, ഡേറ്റ് ഡാറ്റ ടൈപ്പ്. കോഴ്സ്, വേർ കെയർ ഓഫ് 15, F ഇൻകം, ഫാമിലി ഇൻകം, ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്രയും കോളംസ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഇത്രയും കൺസ്ട്രെയിൻസും നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ടേബിളിൻ്റെ കോളത്തിൻ്റെ പേര്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണാൻ, അതിൻ്റെ സ്ട്രക്ചർ വ്യൂ ചെയ്യാൻ. ടു വ്യൂ ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ you have to use the command DESC, then table name. Clear? DESC means describe എന്നുള്ളതാണ്. ഇതിന് ഡിസ്ക്രൈബ് എന്ന് എഴുതാം കേട്ടോ. ഡിസ്ക്രൈബ്, then എന്താ, ടേബിൾ. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, DESC സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയാൽ എന്താ, താഴെ ആ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. എന്താണ് കോളത്തിൻ്റെ പേരെന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻസ് എല്ലാം കാണിക്കും. അപ്പോൾ ടു വ്യൂ ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ ദ കമാൻഡ് ഈസ് DESC ടേബിൾ നെയിം ഓർ ഡിസ്ക്രൈബ് ടേബിൾ നെയിം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി നമ്മൾ SQLൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ SQL ക്രിയേറ്റ് ടേബിൾ കമാൻഡ് പഠിച്ചു, ഡാറ്റാബേസ് ക്രിയേറ്റ് ഡാറ്റാബേസ് കമാൻഡ് പഠിച്ചു, അതെങ്ങനെ ആക്റ്റീവ് ആക്കുക, ഓപ്പൺ യൂസ് ഡാറ്റാബേസ് നെയിം പഠിച്ചു, എങ്ങനെ ഓപ്പൺ ആക്കുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, അതിൻ്റെ കൺസ്ട്രെയിൻസ് പഠിച്ചു, അതിൻ്റെ ഡാറ്റ ടൈപ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ഇൻസേർട്ട് കമാൻഡാണ്. അത് നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇൻസേർട്ട് കമാൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.